തേയിലക്കുന്നുകളുടെ പച്ചപ്പിനിടയിൽ നീലത്തിളക്കമായി നിറഞ്ഞു നിൽക്കുന്ന ആനയിറങ്കൽ ജലാശയം വീണ്ടും സജീവമാകുന്നു. രാജകുമാരി പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഹൃദയഭാഗമായി മാറിയ ഈ ജലാശയത്തിൽ നിന്ന് സൂയിസ് ഗേറ്റുകൾ തുറന്ന വെള്ളം പന്നിയാർ പുഴയിലേക്ക് ഒഴുകിത്തുടങ്ങുമ്പോൾ അത് വെറും വൈദ്യുതോൽപാദനത്തിനുള്ള നീക്കമല്ല, ഹൈറേഞ്ചിന്റെ ജീവനാഡി വീണ്ടും താളമിടുന്ന നിമിഷമാണ്. വേനലിന്റെ കഠിനതയ്ക്കിടയിലും ജലസമൃദ്ധി ഉറപ്പാക്കുന്ന ഈ നീക്കം പ്രകൃതിയുടെയും മനുഷ്യ ജീവിതത്തിന്റെയും അതുല്യമായ ബന്ധത്തിന്റെ തെളിവായി മാറുന്നു. രാജകുമാരി പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ സഹായ അണക്കെട്ടായ ആനയിറങ്കൽ ഡാമിന്റെ സൂയിസ് ഗേറ്റ് തുറന്ന വെള്ളം പന്നിയാർ പുഴയിലേക്ക് ഒഴുക്കി തുടങ്ങി. വൈദ്യുതി ഉൽപാദനത്തിനായാണ് ആനയിറങ്കൽ ഡാമിന്റെ സൂയിസ് ഗേറ്റ് തുറന്ന പന്നിയാർ പുഴയിലൂടെ വെള്ളം പൊന്മുടി ഡാമിലേക്ക് എത്തിക്കുന്നത്. പല ഘട്ടമായി സൂയിസ് ഗേറ്റ് തുറന്ന 11.57 ക്യൂമെക്സ് വെള്ളമാണ് പൊന്മുടി ഡാമിലേക്ക് ഒഴുക്കുന്നത്. വേനൽക്കാലത്ത് വൈദ്യുതോൽപാദനത്തിനായി വെള്ളം തുറന്നുവിടുന്ന സംസ്ഥാനത്തെ ഏക ഡാമാണിത്. മഴക്കാലത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേനൽക്കാലത്ത് തുറന്നുവിട്ടിട്ട് ഇവിടെ തുറന്നുവിട്ടാലും പണ്ണാരിപ്പുഴയെ കൂടി പൊന്മുടി ചെല്ലുമ്പോൾ അവിടെ ഇടയ്ക്ക് കൃഷിക്കാർ ഉള്ളവർക്കെല്ലാം ആവശ്യപ്പെട്ട വെള്ളം കിട്ടും. കുടിക്കാനുള്ള ഈ വെള്ളമാണ് അവിടെ എല്ലാം മൊത്തം പണ്ണാരിപ്പുഴ വരുന്നവരൊക്കെ ഇതാ കുടിവെള്ളം. ഈ വെള്ളം വേനലിൽ നിന്ന് പോയാൽ കുടിക്കാൻ വെള്ളമില്ല. അതുകൊണ്ടാണ് എല്ലാ വർഷവും ഈ വെള്ളം വേനൽക്കാലത്ത് വെള്ളം തുറന്നു വിടുന്നു. നല്ല ശുദ്ധമായ വെള്ളം, ഒരു ഇതില്ലാത്ത നല്ല വെള്ളമാണ്. കത്തുന്ന വേനലിലും തേയിലക്കുന്നുകൾക്ക് നടുവിൽ നിറഞ്ഞു തുളുമ്പുന്ന ആനയിറങ്കൽ ജലാശയം കണ്ണുകൾക്ക് കുളിര് പകരുന്ന കാഴ്ച മാത്രമല്ല, ഹൈറേഞ്ചിന്റെ ജലനിധി കൂടിയാണ്. പന്നിയാർ പുഴയിലെ നീരൊഴുക്ക് കുറയുമ്പോൾ 5 പഞ്ചായത്തുകളിലുണ്ടാകുന്ന ജലക്ഷാമം പരിഹരിക്കുന്നത് ആനയിറങ്കലിൽ സംഭരിച്ചിട്ടുള്ള വെള്ളമാണ്. നിർദ്ദിഷ്ട ജലജീവൻ പദ്ധതിയോടെ ഹൈറേഞ്ചിലെ ജീവനാഡിയാണ് ആനയിറങ്കൽ ജലാശയവും പന്നിയാർ പുഴയും. കാലവർഷത്തിൽ ജലനിരപ്പ് ഉയരാതെ ഒക്ടോബർ മുതലുള്ള തുലാമഴയിലാണ് ജലാശയം ജലസമൃദ്ധമാകുന്നത്. വേനൽക്കാലം തുടങ്ങി അവസാനിക്കുന്നതുവരെ ആനയിറങ്കൽ ജലാശയത്തിൽ നിന്ന് പന്നിയാറിലേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. സിറ്റി വിഷൻ, രാജകുമാരി.